ഈ നോമ്പിന്റെ അനുഭവത്തിലൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകളെ സഹായിക്കണമെന്ന മനസ്സുമായിട്ടാണ് നമ്മൾ നോമ്പ് ആരംഭിക്കുക. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാ. നോമ്പിൽ ഒരു ഭക്ഷണവും ഉപയോഗിക്കില്ല, ഇറച്ചി മീനും ഒന്നും ഉപയോഗിക്കാതെ കഠിനമായിട്ട് നോമ്പ് നോക്കുന്നവരാണ്. പക്ഷേ ഗേറ്റിന്റെ വാതിക്കൽ ഒരു മനുഷ്യൻ വന്ന് കൈ നീട്ടിയാൽ എന്ത് ചെയ്യും? ഓടിച്ചുവിടത്തില്ല. എല്ലാരും അല്ല, കുറച്ചു പേരെങ്കിലും നോമ്പ് നോക്കുമെന്ന് പറയുകയും പക്ഷെ ജീവിതത്തിൽ കൈനീട്ടുന്നവന്റെ മുമ്പിൽ പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഗതികേട് ഇന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പോലെ ഒരു കരച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നല്ല സമരിയാക്കാരന്റെ ഉപമ യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ മുറിവേറ്റ് കിടന്ന ഒരു മനുഷ്യനെ കണ്ടു. ആര്? പുരോഹിതൻ കണ്ടു, ലേവ്യൻ കണ്ടു. രണ്ടുപേരും എങ്ങോട്ട് പോയവരാ? ദേവാലയത്തിൽ കണ്ടു. പക്ഷെ കണ്ടിട്ടും കാണാത്തതുപോലെ നടിച്ച് ഇവര് ദേവാലയത്തിൽ പോയി. അവരെ പറ്റി പിതാക്കന്മാർ എഴുതുന്നുണ്ട്, ദേവാലയത്തിലെത്തി പക്ഷെ ദൈവത്തിൽ എത്തിയില്ല. ദേവാലയത്തിലെത്തി പക്ഷെ ദൈവത്തിലെത്തിയില്ല. പക്ഷെ പിന്നെ കടന്നു വരുന്ന ഒരു മനുഷ്യൻ, സമരിയാക്കാരൻ. ഈ സമരിയാക്കാരൻ ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ എടുത്തുകൊണ്ട് സത്രത്തിലെത്തിക്കുകയും സത്രത്തിൽ വേണ്ടതായ തുക നൽകുകയും വീഞ്ഞും എണ്ണയും വെച്ച് കെട്ടി പോയിട്ടും എന്തെങ്കിലും അധികമായാൽ തിരികെ തരാമെന്നൊക്കെ പറഞ്ഞ പോകുന്നത്. അവിടെ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്, ദേവാലയത്തിലെത്തിയില്ല, ദൈവത്തിലെത്തി. ദേവാലയത്തിലെത്തിയില്ല, ദൈവത്തിൽ എത്തി. അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നിൽക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പത്രോസിനെ പോലെ ഒരു വലിയ കരച്ചിൽ ഈ സന്ധ്യയിൽ നമുക്ക് ആവശ്യമാണ്. അറിഞ്ഞിട്ടും അറിയാത്തതോർത്താണ് പത്രോസ് ആ രാത്രിയിൽ കരഞ്ഞത്. ക്രിസ്തുവിന്റെ ഒരൊറ്റ നോട്ടത്തിൽ പത്രോസ് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നിന്നതോർത്താണ് പത്രോസ് കരഞ്ഞത്.